الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒട്ടേറെ ആളുകളെ അനുകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ മുസ്ലിം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അനുകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മനുഷ്യരാശിക്ക് മുഴുവൻ ഏക മാതൃകയായി നിലകൊള്ളുന്ന പ്രകാശ ഗോപുരമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരണക്കെടുക്കുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തോടൊത്തു വന്നാൽ നമ്മൾ വിജയിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളോടൊത്തു വന്നാൽ നമ്മൾ വിജയിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവത്തോടൊത്തു വന്നാൽ വിചാരണയും നമ്മൾ വിജയിക്കും. അതുമാത്രമാണ് ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിൻ്റെ മാനദണ്ഡമെന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരാൾ സ്വർഗത്തിൽ പോകാൻ എളുപ്പവഴി അന്വേഷിച്ചാൽ അയാൾക്കൊറ്റ വാചകത്തിൽ അയാളോട് പറയാനുള്ള മറുപടി എന്താണ്? മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ മതി, അനുധാവനം ചെയ്താൽ മതി, അനുകരിച്ചാൽ മതി എന്ന്. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ ആരനുസരിച്ചുവോ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. നബിയന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ വാചകമാണത്. അല്ലാഹു തആല പറയുന്നുണ്ട്, ലഖദ് കാന ലകും ഫീ റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വഹിയിറങ്ങി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് അവസാനത്തെ ശ്വാസം വലിക്കുന്നത് വരെയുള്ള 23 വർഷക്കാലഘട്ടം അത് മുഴുവൻ മാതൃകയാണ്. അതിലെ ഓരോ മൈക്രോ സെക്കൻഡും മുസ്ലിമിന് മാതൃകയാണ്. ഉറങ്ങുമ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചാണ് ഉറങ്ങിയിരുന്നത്. ലിമൻ കാന യർജുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ,
പരലോകത്തെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവെ ധാരാളമായി ഓർക്കുന്നവർക്കുള്ള മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കതീർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഹദിഹിൽ ആയത്തുൽ കരീമ അസ്ലുൻ കബീറുൻ ഫിന്നഅസി ബിറസൂലില്ലാഹി ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി. വാക്കിലും പ്രവൃത്തിയിലും അവന്റെ പരിതസ്ഥിതിയിലും പൂർണ്ണമായി അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്ന വലിയ അടിസ്ഥാന തത്വമാണ് ഈ ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിൽ സംക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ഇബ്നു കതീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്. ല യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കുള്ള ഉത്തമ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പിതാവിന്, ഒരു അധ്യാപകന്, ഒരു ഭർത്താവിന്, ഒരു പ്രബോധകന്, ഒരു ന്യായാധിപന്, ഒരു പൗരന്, ഒരു നേതാവിന് എല്ലാറ്റിനും മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് സൽസ്വഭാവിയാകണോ അവിടുന്ന് പെരുമാറ്റം ജീവിതത്തിൽ പകർത്തിയാൽ മതി. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിശ്ചയമായും താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാകുന്നു. അല്ലാഹു തആല നൽകിയ സർട്ടിഫിക്കറ്റാണത്. അപ്പോൾ എത്രമാത്രം മഹത്തരമായ സ്വഭാവത്തിനുടമയായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ ഖുർആൻ ഇറങ്ങിയിട്ട് ഒരാൾ ജീവിക്കേണ്ടത് എന്നതിൻ്റെ ജീവിക്കുന്ന ചരിത്രമായിരുന്നു, രൂപമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയോട് ആളുകൾ ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? ഖുലുഖുഹു അൽ ഖുർആൻ. ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നാം എന്തു ചെയ്യണം? അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടത് മുഴുവൻ നമ്മൾ തൃപ്തിപ്പെടണം. അദ്ദേഹം എന്തിനോടൊക്കെ കോപിച്ചുവോ പുറംതിരിഞ്ഞു നിന്നുവോ അതിനോടെല്ലാം നമ്മൾ പരിപൂർണമായി പുറംതിരിഞ്ഞു നിൽക്കണം. ലം യകുൻ ഫാഹിശൻ വലാ മുതഫഹിശൻ. ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരാകാതിരിക്കണം. വലാ സഖാബൻ ഫിൽ അസ്വാഖ്. അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുന്നവരാകാതിരിക്കണം. തെറ്റിനോട് തെറ്റുകൊണ്ട് പ്രതികരിക്കാത്തവരായിരിക്കണം. ദേഷ്യത്തോട് ദേഷ്യം കൊണ്ട് പ്രതികരിക്കുന്നവരാകാതിരിക്കണം. ഏത് തിന്മയോടും നന്മ കൊണ്ട് പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അങ്ങാടികളിൽ ബഹളം വെക്കുന്നവനായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തെറ്റുവരാതെ ജീവിച്ചവനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിൻ യഅഫു വയസ്ഫഹ്. പകരം വിട്ടുകൊടുക്കലും വിശാലമാക്കലുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഇനി നമ്മിലേക്ക് വരാം. നാം അങ്ങനെയാണോ? അല്ലെങ്കിൽ ഞാനും നിങ്ങളും പ്രവാചക മാതൃക സ്വീകരിച്ച് അവിടുന്ന് സ്നേഹിക്കുന്നില്ല, അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം ശരീരത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അവൻ മുഅ്മിനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങളും മാറുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുന്ന് കൊണ്ടുവന്ന വഹിയോട് ആദരവ് കാണിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നും സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കാത്തവരാണ് പിഴച്ചുപോയവർ. പുനരാലോചിക്കണം. നമ്മൾ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. ചിന്തകൾ അങ്ങൊന്നിന്റെ ചര്യയോട് നൂലിട വ്യത്യാസമില്ലാതെ ചേർന്നിരിക്കണം. അതാണ് പ്രവാചക സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സഫിയ്യ ബിൻതു ഹുയ്യ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു. അവർ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഹ്സനു ഖൽഖൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം സൽസ്വഭാവിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം സൽസ്വഭാവിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഭാര്യമാർ നമ്മെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുമോ? പറയുന്നില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ വിധത്തിൽ സ്നേഹിച്ചിട്ടില്ല നമ്മൾ.
നമ്മുടെ നമ്മിലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറിച്ച് ഇങ്ങനെ പറയുമോ? ഇല്ലെങ്കിൽ മാറേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ലഖദ് ഖദിംതു 9 സിനീൻ മാ അലിംതു ഖാല ശൈഇൻ സനഅതുഹു ലം ഫഅൽതു കദാ വകദാ ഔ ലിശൈഇൻ തറക്തുഹു ഹല്ലാ ഫഅൽതു കദാ വകദാ. ഞാൻ 9 വർഷം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 9 വർഷം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 9x365 ദിവസത്തിലെ 1 മണിക്കൂറും എന്നോട് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഞാനൊരു പ്രവർത്തനം ചെയ്യാതിരുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. സേവകരോട് എങ്ങനെ പെരുമാറണം? അത്ഭുതമാണ്, ആശ്ചര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ അസംഭവ്യമായ കാര്യമാണ്. ആ അത്ഭുതത്തെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. ഏത് കാര്യമാണ് ആ ചെയ്യാത്തത്, ഏത് കാര്യമാണ് അവൻ ചെയ്യാത്തത്, അത് ചെയ്യാൻ പറയണമെന്ന തത്വത്തിലാണ് നമ്മൾ നിൽക്കുക. ഏതു കാര്യമാണ് ചെയ്തത് അത് ചൂണ്ടിക്കാട്ടി തിരുത്തണമെന്ന വല്ലാത്ത ത്വര കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും വന്നു ചേരുന്നു. ഏറ്റവും അടുത്തവരോട് മാന്യമായി പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നതാണ്. എങ്ങനെ നിരന്തരം മാറണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനിവാര്യമാണ്. ഈ പോക്ക് പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തോട് നമ്മൾ തട്ടിച്ചു വെച്ച് ഹിസാബ് നടത്തുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തുന്നവർക്ക് മാറ്റത്തിനു വേണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തൊഴിലാളികൾക്ക് മേൽ മുതലാളിമാരുടെ ആധിപത്യം എന്താണ് ആലോചിക്കണം. ഇവിടെ തൊഴിലാളിയായി നിന്ന് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് മുതലാളിത്തം കാണിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതിർന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന വിശ്വാസം വലിയ വിശ്വാസമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഉണ്ടായിരുന്ന ആദരവ് വളരെ ശരിയായ ഒരു നിലപാടായിരുന്നു. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ നിലകൊള്ളാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ലാത്തതിൻ്റെ കാരണം മക്കൾക്ക് ദീൻ കൊടുത്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെ പെരുമാറാൻ സാധിക്കണമെങ്കിൽ മക്കൾക്ക് ദീൻ വേണം, ഭാര്യയ്ക്ക് ദീൻ വേണം, ഭർത്താവിന് ദീൻ വേണം. അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ഫലമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്സന അന്നാസി ഖുൽക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. അദ്ദേഹം എന്നെ ഒരാവശ്യത്തിന് പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞു, വല്ലാഹി ലാ അദ്ഹബു, അല്ലാഹുവാണേ ഞാൻ പോവുകയില്ല. എൻ്റെ മനസ്സിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുട്ടിയല്ലേ, എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അങ്ങാടിയിൽ കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അവിടെ കളിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ പിന്നിലൂടെ വന്ന് തോളിൽ പിടിച്ച് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ അനീസു അദഖബതു ഹൈതു അമർതക്. കുഞ്ഞു അനസേ, ഞാൻ കൽപ്പിച്ചിടത്തേക്ക് നീ പോകില്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം അനാ അദ്ഹബു യാ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ പോകാം. എങ്ങനെ അനുസരിപ്പിച്ചു? അതാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ഭാര്യയെ അനുസരിപ്പിക്കാം? ക്രോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അനുസരിപ്പിക്കാൻ പറ്റുമോ? മക്കളെ അനുസരിപ്പിക്കാൻ പറ്റുമോ? പിതാവിനെ അനുസരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വളരെ മയത്തോടുകൂടി സൗമ്യതയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് എന്ന 10 വയസ്സുകാരനോട് 12 വയസ്സുകാരനോട് പെരുമാറിയതുപോലെ പെരുമാറാൻ സാധിക്കണം. ഒച്ചയിട്ടാണോ, വടിയെടുത്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നൽകില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടാണോ അനുസരിപ്പിക്കുക? അല്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് ഒരാളെ അനുസരിപ്പിക്കാറുള്ളത്? അനുസരിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കണം. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഇത്ര സൗകര്യങ്ങളൊക്കെ നിനക്ക് ഉണ്ടാക്കി തന്നില്ലേ, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് നിനക്ക് കേട്ടാൽ? ഞാൻ നിന്റെ ഉമ്മയല്ലേ, ഞാൻ നിന്റെ ഉപ്പയല്ലേ, ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ?
എന്ന ന്യായം പറഞ്ഞ് അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് കുതറി മാറുകയാണ്. ആരാണോ അനുസരിക്കേണ്ടത് അവർ ചെയ്യുക. ഈ ഉപദേശം എങ്ങനെ നൽകണം? കുഞ്ഞുമകനെ, പൊന്നുമകനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞ വാചകമാണ്. എൻ്റെ പൊന്നുമകനെ, എൻ്റെ കുഞ്ഞുമകനെ, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു. ഇതാണ് ശൈലി. ഖുർആന്റെ ശൈലിയിലേക്ക് നമ്മുടെ സംസാരത്തിന്റെ ശൈലി മാറ്റിയാൽ വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ആ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സൗമ്യതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഉഹദ് യുദ്ധം കഴിഞ്ഞു. അമ്പെയ്ത്തുകാർ മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിനാൽ അള്ളാഹുവിന്റെ വിധിക്കനുസരിച്ച് ഉഹദിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഉഹദിൽ നിന്നും താഴെ ഇറങ്ങിയ ആളുകളെ കുറ്റപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധാവലോകന യോഗം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആലു ഇമ്രാനിൽ 159 ആയത്തിറങ്ങി. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നബിയെ, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. അല്ലാഹുവിൻ്റെ കാരുണ്യം വേണം നമ്മുടെ സ്വഭാവത്തിൽ സൗമ്യതയുണ്ടാകാൻ. അല്ലാഹു തആലയുടെ മഹാകാരുണ്യം വേണം. വിട്ടുകൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, നഷ്ടങ്ങൾ സഹിക്കാൻ, അല്ലാഹു തആല ക്ഷമിക്കാൻ, സഹിക്കാൻ അല്ലാഹു തആലയുടെ റഹ്മത്ത് വേണം. ആ റഹ്മത്തിനെയാണ് നമ്മൾ അല്ലാഹുവിൻ്റെ തൃപ്തി തേടി അമലു സ്വാലിഹാത്തിലൂടെ, ഈമാനിലൂടെ ശേഖരിച്ചെടുക്കേണ്ടത്. അല്ലാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെ സൗമ്യമായ പെരുമാറ്റം ആ റഹ്മത്തിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് കുടുംബക്കാർ വിട്ടുപോകുന്നത്? എന്താണ് കുട്ടികൾ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭാര്യയുടെ അടുത്ത് ഭർത്താവ് നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ഭാര്യ സംസാരിക്കാത്തത്? കാരണം പറയുന്നു, വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്, നീ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. പരുഷത, പരുക്കൻ സ്വഭാവം ആരോടെടുക്കും? ഏറ്റവും അടുത്ത ആളോട് പരുക്കനായി പെരുമാറുന്നവൻ ഏറ്റവും വലിയ ദുസ്വഭാവിയാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യയോടുള്ള അവസാനത്തെ പെരുമാറ്റം എങ്ങനെയാണ്? ഇന്നലത്തെ പെരുമാറ്റം എങ്ങനെയാണ്? ഭർത്താവിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഭാര്യയാണോ നിങ്ങൾ? ദുസ്വഭാവിയാണ്, സൽസ്വഭാവിയല്ല. പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവളല്ല, പ്രവാചകനെ സ്നേഹിക്കുന്നവനല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധയും കഠിനഹൃദയവും ഇതാണ് നമ്മളെ ആളുകളിൽ നിന്ന് അകറ്റുന്നത്. എന്താണ് അയാൾ എന്നോട് മുണ്ടാത്തത്? എനിക്ക് പരുക്കൻ സ്വഭാവമാണ്. എന്താണ് അയാൾ എന്നോട് ചിരിക്കാത്തത്? എനിക്ക് കഠിന ഹൃദയമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹിൽമ്, വിവേകം, അവധാനത ഓരോരുത്തർക്കും സ്വയം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഈ സ്വഭാവങ്ങൾ അഥവാ പരിശുദ്ധയും കഠിന ഹൃദയവും ഈ സ്വഭാവങ്ങൾ ഭാര്യയോടുണ്ടായാൽ ഭാര്യ നമ്മെ വിട്ടുപോകും. ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ടായാൽ ഭർത്താവ് വിട്ടുപോകും. മാതാവിന് മക്കളോട് പരിശുദ്ധയുണ്ടോ? മക്കൾ അവിടെ നിന്നും മാറിപ്പോകും. പിതാവിന് മക്കളോട് പരിശുദ്ധയുണ്ടോ? അവിടെ അവരും മാറിപ്പോകും. ഈ നമ്മുടെ അനുഭവം അതാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഈ രണ്ട് സ്വഭാവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമല്ലാത്തത് കൊണ്ട് മുഅ്മിനായ, മുസ്ലിമായ, മുസ്ലിഹായ, മുത്തഖിയായ, മുഹസ്സിനായ ഒരാൾക്ക് ഈ പരിശുദ്ധയും കഠിന ഹൃദയവും പാടില്ല. ഉൽഫത്തുണ്ടാകണം, അഥവാ ഐക്യമുണ്ടാകണം. വേറെയുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയണം. അവരുടെ സ്വഭാവങ്ങളെ, അവരുടെ പെരുമാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവരിൽ നിന്നും നല്ലത് കാണാനും നല്ലത് എടുക്കാനും നമുക്ക് സാധിക്കണം. ആളുകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധയില്ല, സൗമ്യതയാണുള്ളത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആഗ്രഹിക്കണം ഒരു സൽസ്വഭാവത്തിന് വേണ്ടി, പ്രാർത്ഥിക്കണം ഒരു സൽസ്വഭാവത്തിന് വേണ്ടി, പരിശ്രമിക്കണം ഒരു സൽസ്വഭാവത്തിന് വേണ്ടി. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ആ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാകണം.
ഒരാൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ, അതിൻ്റെ വിഷമം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ്? ഇതേ രൂപത്തിലുള്ള ഒരു വിഷമം ഞാൻ ആർക്കും നൽകില്ലെന്ന് തീരുമാനിക്കണം. എനിക്ക് അയാൾ ചെയ്തപ്പോഴുണ്ടായ വിഷമം വലുതാണല്ലോ, അതേപോലെ ഞാൻ ഒരാളോടും ഇനി പ്രവർത്തിക്കുകയില്ലെന്ന് തീരുമാനിക്കണം. ആരെങ്കിലും നമ്മുടെ മനസ്സുഖത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആശ്വാസത്തോടു കൂടിയും ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഈ രൂപത്തിൽ പെരുമാറുമെന്ന് തീരുമാനമെടുക്കണം. മറ്റുള്ള ആളുകളിൽ നിന്നും ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കടമെടുത്ത് ജീവിക്കാനും അങ്ങനെയുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള പെരുമാറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ, മഈശത്തിൽ ഉണ്ടാവുക, കുടുംബ ബന്ധത്തിൽ ഉണ്ടാവുക. ആയുസ്സിൻ്റെ വർധനവ് കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതക്കനുസരിച്ചാണ് എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യത്തിൻ്റെ വർധനവും നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ ആരോഗ്യം വർദ്ധിക്കും, നെഗറ്റീവ് ആകുമ്പോൾ ആരോഗ്യം കുറയും. അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല. എല്ലാതും ശരിയാവണമെന്ന ചിന്തയുണ്ടാകുന്ന ആളുകൾ പലതും ശരിയാക്കാൻ വേണ്ടി ദുസ്വഭാവികളായി മാറും. മറ്റുള്ളവരെ ശരിയാക്കാൻ വേണ്ടി അവരെ ഉപദേശിച്ച് സ്വയം ദുസ്വഭാവികളായി മാറുന്ന ആളുകളുണ്ട്. ബോധപൂർവമായ പ്രാർത്ഥന സൽസ്വഭാവത്തിന് അനിവാര്യമാണ്. ബോധപൂർവമായ പ്രാർത്ഥന വേണം. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഖ്വാ. അല്ലാഹുവേ, സകല ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ദുഷിച്ച പ്രവർത്തികളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ദുഷിച്ച ആഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന്, ദുഷിച്ച പ്രവർത്തികളിൽ നിന്ന്, ദുഷിച്ച ആഗ്രഹങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഖ്വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി വഹസ്സിൻ ഖുൽഖി. അല്ലാഹുവേ, എൻ്റെ ഭാഗ്യരൂപം, എൻ്റെ ശരീരം, എൻ്റെ ഭാഗ്യരൂപം സൃഷ്ടി ഉത്തമമാക്കിയതുപോലെ അതുപോലെ എൻ്റെ സ്വഭാവത്തെയും ഉത്തമമാക്കണമേ എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. സസ്വഭാവത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരുകയില്ല. അത് അസ്ഖലു ഫിൽ മീസാൻ, മീസാനിൽ യൗമിൽ ഖിയാമത്തിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുക ഹുസ്നുൽ ഖുൽഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ കാരണം ഹുസ്നുൽ ഖുൽഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മാതൃകകൾ ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് സൽസ്വഭാവികളാകാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങേയറ്റത്തെ സഹനവും പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമുക്കും എല്ലാവർക്കും കൂട്ടത്തോടെ കുടുംബത്തോടു കൂടി നാട്ടുകാരോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.